ഹലോ, നിങ്ങളുടെ ആദ്യത്തെ 100 കസ്റ്റമറെ എങ്ങനെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തുടക്കം തന്നെ നമുക്കറിയാം, കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ബിസിനസ് ചെയ്യണം അവരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും നിങ്ങൾ ബിസിനസ്സിലുണ്ടെങ്കിൽ. ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ചില ദിവസങ്ങളിൽ നമുക്ക് സെയിൽ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ സെയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പീക്സ് ആൻഡ് വാലീസ് ആണ്, കയറ്റിറക്കങ്ങളായിരിക്കും. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറ്റത്തിൽ സെയിലുള്ള ദിവസം നമ്മളുടെ മൂഡ് നല്ല രീതിയിലായിരിക്കും. സെയിൽ കുത്തനെ ഇടിയാൻ നേരത്ത് നമ്മുടെ മൂഡ് ഡൗൺ ആവും. ചിലപ്പോൾ അത് 2-3 ദിവസം നീണ്ടു നിൽക്കും. 4ാമത്തെ ദിവസം വീണ്ടും സെയിൽ കിട്ടും, വീണ്ടും ഇടിയും. അപ്പോൾ ഇങ്ങനെ കയറ്റിറക്കങ്ങളാണ് അധിക സമയം ഉണ്ടാവുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമറെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ റീസൺ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം, ഏതെല്ലാം മാർഗത്തിലൂടെ, പുതിയ മാർഗത്തിലൂടെ കൂടുതൽ കസ്റ്റമറെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് പഠിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയ മാർക്കറ്റിംഗ് ചാനലുകളെ പറ്റി പഠിക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ മോഡേൺ ഏജിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് രീതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. സൗജന്യം, 1 രൂപ പോലും നിങ്ങൾക്ക് ഇവിടെ ചിലവില്ല. സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് രീതി ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ ആദ്യത്തെ 100 കസ്റ്റമറെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കണ്ടെത്താം? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇനി വിദേശത്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ടിക്ടോക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്സപ്പ് ബിസിനസ്സും, ഇത് ഈ 3-4 പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു കീ ഹോൾഡർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഗോൾ വേറെ ഒന്നുമല്ല, ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, വരാനിരിക്കുന്ന 30 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യും. അത് സൗജന്യമായിട്ടുള്ള വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യും എന്ന് ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഇവിടെ ഇത് പറയാൻ നേരത്ത് വീഡിയോയിലൂടെ ചെയ്യാൻ പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫേസ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഫേസ് അങ്ങനെ പബ്ലിക്കലി ആളുകൾ കാണുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അത് പറ്റൂല, വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഫേസ് കാണിച്ചില്ലെങ്കിലും നിങ്ങൾ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണിക്കാമല്ലോ. പ്രൊഡക്റ്റ് കാണിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ സർവീസ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അവിടെയും ഫേസ് കാണിക്കാതെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. ഫേസ് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ച് ട്രസ്റ്റ് ഉണ്ടാവും. ഇനി ഫേസ് കാണിക്കാൻ തീരെ പറ്റില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഗോൾ ഇതാണ്, വരാനിരിക്കുന്ന 30 ദിവസം ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, ഞാൻ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യും. ഈ ഗോൾ ഒരു ദിവസം പോലും ഇതിൽ മുടങ്ങരുത്. ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ 1 മിനിറ്റിൻ്റെ വീഡിയോയോ, അത് നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ റീലായിട്ടാണ് ഇടണമെങ്കിൽ 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെയാണ് നമുക്ക് സാധാരണ പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റിൻ്റെ വീഡിയോ ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ കിട്ടലല്ല. അതാ ഞാൻ പറഞ്ഞു, ഓർഡർ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. നമുക്ക് ഈ ഗോൾ കംപ്ലീറ്റ് ചെയ്യണം. 30 ദിവസം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ളതാണ്. എനിക്ക് ആദ്യത്തെ 10 ദിവസം വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 2ാമത്തെ 10 ദിവസം 1-2 ഓർഡറുകളൊക്കെ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ തവണയും നമുക്ക് വീഡിയോ ഇടും, മാർക്കറ്റിംഗ് ചെയ്യും, നമുക്ക് റിസൾട്ട് ഇല്ലാണ്ടാവുമ്പോൾ ക്വിറ്റ് ചെയ്യാനായിട്ട് തോന്നും. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു, നിർത്തുകയാണ്, ഇതെന്തോ പറ്റണില്ല. അടുത്ത ദിവസം പക്ഷേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തേക്കാണ്, 30 ദിവസം നിർത്തിക്കോ, 30 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷേ 21ാമത്തെ ദിവസമായപ്പോൾ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് വരാൻ തുടങ്ങി. കാരണം ഈ അൽഗോരിതത്തിന് പഠിക്കാൻ കുറച്ച് സമയം വേണം. നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ആ സിസ്റ്റത്തിന് നമ്മളൊരു പുതിയ പേജെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബിസിനസ് എന്താണ് ഇയാൾ പറയണത്, ആരെയാണ് ഇത് കാണിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ആ ഒരു സിസ്റ്റത്തിന് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. ആ സിസ്റ്റം അത് പഠിച്ചു വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിവിടെ 1 രൂപയുടെ പോലും ചിലവില്ല. നിങ്ങൾ ശരിക്കും ഓൺലൈനിൽ ജസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ 1 രൂപയുടെ പോലും ചിലവ് അവിടെ ഇല്ല. പെയ്ഡായിട്ട് ചെയ്യണതിനെ പറ്റിയല്ല ഞാൻ പറയണത്, ജസ്റ്റ് വീഡിയോയിലൂടെ നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യും.
ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 30 ദിവസം ചെയ്യുക. നിങ്ങൾക്ക് പതിയെ പതിയെ ട്രാക്ഷൻ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എനിക്കൊരു 5 ലക്ഷത്തോളം വ്യൂസ് ഒരു വീഡിയോക്ക് വന്നു. അത് ഒരുപാട് ഓർഡറുകൾ എനിക്ക് കൊണ്ടു തന്നായിരുന്നു. ഞാൻ ഈ സെയിം സിസ്റ്റം തന്നെയാണ് എൻ്റെ കോഴ്സിലും പഠിപ്പിക്കുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. ആ തുടർച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അധിക പേർക്കും ആദ്യ മാസം തന്നെ നല്ല രീതിയിൽ റീച്ച് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വെച്ചാൽ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ഏതൊരു കാര്യത്തിലും റിസൾട്ട് ഉണ്ടാവുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, റൈറ്റ് ആക്ഷൻ റോങ് ക്വാണ്ടിറ്റിയിൽ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ചെയ്യണതൊക്കെ കറക്റ്റാണ്, പക്ഷെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി, വോളിയം കുറഞ്ഞു പോയി, നമുക്ക് റിസൾട്ട് കിട്ടില്ല. എക്സസൈസിൻ്റെ ഒക്കെ കാര്യം പോലെ തന്നെ കറക്റ്റ് പൊസിഷനിലൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്, പുഷപ്പൊക്കെ എടുക്കുന്നതൊക്കെ കറക്റ്റാണ്, പക്ഷേ റോങ് ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ വേണ്ടത്ര വോളിയത്തിൽ എടുക്കണില്ല. 1-2 ദിവസം കഴിഞ്ഞ് വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് കണ്ടപ്പോൾ അതോടുകൂടി പരിപാടി കെട്ടിപ്പൂട്ടി അവസാനിപ്പിച്ചു. അങ്ങനെയല്ല, തുടർച്ചയായിട്ട് നമ്മൾ 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ ചെയ്യാൻ നേരത്ത് പതിയെ പതിയെ മാറ്റങ്ങൾ വരുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ പെട്ടെന്നായിരിക്കും വളർച്ച. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ പിടിച്ചു നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളുമായിട്ട് മത്സരിക്കുന്ന അധിക പേർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ ലക്ഷ്യം വേറെ. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ക്വിറ്റ് ചെയ്യണ ഒരു ഇത്. പെട്ടെന്ന് 1 മാസം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഡ്യൂറേഷനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് കടന്നു പോകും. തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക, റിസൾട്ട് വന്നിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ 100 കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്നും ഞാൻ എൻ്റെ സർവീസുകൾക്ക് ഒരു 95% ഫ്രീ മാർക്കറ്റിംഗ് ആണ് ചെയ്യണത്. ഒരു 5% പെയ്ഡ് ചെയ്യണുണ്ട്. പെയ്ഡ് മാർക്കറ്റിംഗ് ഒരു 5% മാത്രമാണ് ചെയ്യണുള്ളൂ. അധിക സമയം ഫ്രീ മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യാനും കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താനും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. അങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരണമെങ്കിൽ പുതിയ മാർക്കറ്റിംഗ് ചാനലുകളെ പറ്റി പഠിക്കുകയും ആ മാർക്കറ്റിംഗ് ചാനലിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്റ്റിലേക്കും സർവീസിലേക്കും അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നിലവിലുള്ളൊരു മാർക്കറ്റിംഗ് ചാനലാണ് സോഷ്യൽ മീഡിയ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നോ അവിടെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലുള്ള നമ്മുടെ പ്രൊഡക്റ്റ്, ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റും സർവീസും മേക്ക് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് നമുക്ക് ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക എന്നുള്ള രീതിയിലാണ്. വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക എന്നുള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോണില്ല. അറിയിക്കണം, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ അറിയിക്കണം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ബെസ്റ്റാണ്, നീ എൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ടെന്ന് അറിയിച്ചാൽ മാത്രമാണ് നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കസ്റ്റമർ അത് വാങ്ങിയതിന് ശേഷമാണ് അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഓർഡർ ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല, മറിച്ച് മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. മാർക്കറ്റിംഗ് ആണ് അവിടെ ഹെൽപ്പ് ചെയ്യണം. കാരണം ഇത് കാശൊന്ന് വാങ്ങിച്ചാലുള്ളൂ ഇതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഉപയോഗിച്ച് നോക്കണ്ടേ, ചില പ്രൊഡക്റ്റുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താണ് അവരെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ, ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്, അത് ക്വാളിറ്റി അല്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം. പലരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അവർ കാശ് കൊടുക്കും. അവർ നല്ല ലോഗോ ഉണ്ടാക്കും, പല രീതിയിലുള്ള ഡിസൈനുകൾ ചെയ്യും, ലൈസൻസുകളെ പറ്റി പഠിക്കും, പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് പഠിക്കും, മറ്റു കാര്യങ്ങളെ പറ്റി പഠിക്കും. അങ്ങനെ ചപ്പ് ചവറി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. അവസാനം എന്തെങ്കിലും നക്കാപ്പിച്ചുണ്ടെങ്കിൽ മാത്രം സമയവും മണിയും മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഓർഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയും. മാർക്കറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുക, മാർക്കറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ബിസിനസ്സിൽ. കാരണം അതാണ് ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നത്. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്. വരുമാനം നമ്മുടെ ബിസിനസ്സിലേക്ക് വരണം, എന്നാലാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ സെയിലിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ്. കൂടുതൽ ആളുകളെ അറിയിക്കാനായിട്ട് നോക്കുക, കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓരോ പുതിയ മാർക്കറ്റിംഗ് ചാനലും നിങ്ങൾ പരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയെ നിങ്ങൾ പരീക്ഷിക്കുക. സോഷ്യൽ മീഡിയനെ അവഗണിച്ചിടാതിരിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം, അതിൽ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം വരും. താല്പര്യമുള്ളവർക്ക് എൻ്റെ കോഴ്സിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.